ഇനി നാളെ ആവാം. നമസ്കാരം ജി. കൈ ഇങ്ങനെ വെച്ച് ചുറ്റിക്കൊണ്ടുവന്ന് ഭൂമി തൊട്ട് തൊഴണം. അമ്മയോട് ഞാൻ പോകുന്നു പറയും. അമ്മേ, ഇതാ നന്ദിനി ചോദിച്ചത്. കാപ്പി പിടിച്ചിട്ട് പോയാ പോരെ? വേണ്ട, ഞാൻ പോന്നു. അല്ല, എവിടുന്ന ആങ്ങളെയും പെങ്ങളും കൂടെ? ഞാൻ ദേവസ്വം ഓഫീസർ പോയിട്ട് വരുവാ. നമ്മള്? ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരിക. ഓ, നൃത്തം. അല്ല, ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, വലിയ ഹോപ്പൊന്നുമില്ല. ഹേയ്, അങ്ങനെ നിരാശപ്പെട്ടുകൂടാ. ധാരാളം ഇന്റർവ്യൂവിന് പോണം. എന്നിട്ട് അവസാനം ഇന്റർവ്യൂവിനെ കുറിച്ചൊരു ബുക്ക് എഴുതണം. അത് വിറ്റ് ജീവിക്കണം. ഇന്നത്തെ ചുറ്റുപാടിൽ അതൊക്കെ നടക്കും. ശരി ഉണ്ണി, ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോ വീട്ടിൽ കൂടെ വരാം. അപ്പോ ദുബായിലെ ഷെയ്ഖ് ഇപ്പൊ പഴയ ആള് തന്നെ അല്ലേ? അയാൾ തന്നെ. അവിടുന്ന് അയാൾ ആളുകളൊക്കെ പറഞ്ഞു വിടുകയെന്ന് കേട്ടല്ലോ. അത് സ്പോൺസർഷിപ്പ് ഇല്ലാത്തവരല്ലേ? അത് ശരി. ആ സാധനം നിങ്ങൾക്ക് ഉണ്ടോ? പിന്നെ അതിലവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പേട്ടിന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. കാര്യം സാധിച്ചു കിട്ടിയാ ഞാൻ എന്തും ചെയ്യും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നന്ദിനിയുടെ ജോലിക്കാരി എന്തായി? മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നന്ദിനി സാറിനെ പറ്റി എപ്പോഴും ചോദിക്കും. സോപ്പും പൗഡറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ നന്ദിനി പറഞ്ഞിരുന്നു. ഒരു 20 രൂപയും കൂടി ഉണ്ടാവുമോ? പിന്നെന്താ? ഉപകാരം. എന്നാ പിന്നെ കട അടക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് നടക്കാം. ഞാൻ വാങ്ങിച്ചു തന്നാണെന്ന് നന്ദിനിയോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണേ. പുഷ്കര, ഇവനെ പിടിച്ചോണ്ടൊന്നും യാതൊരു കാര്യമില്ല. ആ വാദ്യാരുടെ കയ്യിലാ അവള്. പിന്നെ വഴിയൊക്കെ ഉണ്ട്. ഇച്ചിരി ചിക്കിന് ചെലവാക്കേണ്ടി. എന്നാ പിന്നെ വാദ്യാരെ അടിച്ചകത്താക്കാനുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ. അവസാനം ചെലവാക്കുന്ന കാശ് വെള്ളത്തിലാവൂ. 2 ഔൺസ് മേടിച്ചോ. ധന്വന്തരോ പിണതയിലോ? ധന്വന്തരം. കാശുണ്ടെങ്കിൽ ആ കൊച്ചിന് ഇത്തിരി പാല് മേടിക്കാമായിരുന്നു. ചേച്ചി ചുമ്മാരി. അപ്പേട്ടൻ കുടിക്കുന്ന കാശുണ്ടെങ്കിൽ. മിണ്ടാതിരിയടാ. പാവം, എന്തിനാ രാധ ചേച്ചിയെ വിഷമിപ്പിക്കുന്നത്? എന്റെ ചേച്ചി, അപ്പേട്ടൻ എന്താ ദുബായിക്കാരന്റെ പുറകെ നടക്കുന്നത്? നീ ചെന്ന് കുഴമ്പ് വാങ്ങിച്ചോണ്ട് വാ. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ നാണാവുന്നു. അയ്യോ അമ്മാ, നീ പോയില്ലയോ? എവിടെ നിന്റെ അളിയൻ? കണ്ട പുത്തപ്പണക്കാരന്റെ എച്ചിക്കള്ള് വാങ്ങിച്ചു കുടിച്ചിട്ട് വല്ല സഹായവും ചെയ്യുന്നവരെ വെറുപ്പിക്കാൻ നടക്കുക അല്ലയോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കൂ. ചേച്ചി കേക്കണ്ട. അവൾ ഇതൊക്കെ അനുഭവിക്കണം. ഉണ്ണീട്ടാ, എനിക്കൊരു ആൽജിബ്ര നോട്ട്. ആൽജിബ്ര നോട്ട്? ഒരാനയും കൂടെ വേണ്ട എനക്ക്. കുഴമ്പിന് നിന്ന് കാശ് കയ്യില്ല. ഈ പുതിയ മന്ത്രിസഭയുണ്ടല്ലേ, അത് ഈ മദ്യനിരോധനം കൊണ്ടുവരൂ. തെങ്ങുള്ളിടത്തോളം അവസരപ്പ് കുടിക്കും. എടാ ചെറുക്ക, ഒരു വർത്തമീൻ കൊണ്ടെടുത്തേ. ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. എന്തു പറഞ്ഞടി? എടി എന്തു പറഞ്ഞെന്ന്? ചെണ്ടക്കോല് പിടിച്ച കൈകൊണ്ട് കൊടുവാള് പിടിക്കാനും അറിയാം. കൊന്നുകളെ ഞാൻ. പോടെ. എന്താ കഥകളിയോ? ഞങ്ങക്ക് തെറ്റിന്നാ തോന്നുന്നത്. സംശയിക്കേണ്ട. കഥകളിയാണെങ്കിൽ തെറ്റിരിക്കുന്നു. മുദ്ര ഇതല്ല. ഞങ്ങൾക്ക് വീട് തെറ്റിയെന്നാ തോന്നുന്നത്. വീട് തെറ്റിയില്ല, ഇത് വീട് തന്നെയാ. അവിടെ നിന്ന് ആരാണാവോ? ആരാവണം? ഒരു മനുഷ്യൻ പലതും ആവും. വാ, നമുക്ക് പോവാം. വീട് തെറ്റിന്നാ തോന്നുന്നത്. ആ വഴി നിന്നോ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാ. അതെ, ഞങ്ങളിവിടെ ഇറങ്ങുകയാണ്. എന്തത് സത്രം?
നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്ന് വരുന്നു? എന്തിനു വന്നു? ഇവിടെ സ്കൂളിൽ ജോലിയുള്ള ഒരു ജയചന്ദ്രനെ സാറിന് അറിയാമാവോ? ജയിനെ അറിയാതെ? ഞങ്ങൾ ഫ്രണ്ട്സ്. ചോദിക്കട്ടെ, എന്താ വേണ്ടത്? കണ്ടിട്ട് ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. സ്കൂൾ പോയിരിക്കുക, ഉടനെ വരും. അപ്പോഴിവിടെ തന്നെയാ താമസിക്കുന്നത്. പിന്നെ സാറ് ജയചന്ദ്രന്റെ കൂട്ടുകാരനായിരിക്കും. അതെ അതെ, ഓഫ് കോഴ്സ്. സാറിന് എന്താ ജോലിയാവോ? യു മീൻ വർക്ക്? വർക്ക് എന്ന് നിങ്ങൾ മീൻ ചെയ്യുന്നത് ജോലിയായിരിക്കും. ഐ ആം സോറി, ഞാനൊരു നോവലിസ്റ്റാണ്. ഞാനും ചേനും ഒന്നിച്ച് താമസിക്കുന്നു, ഒരു പാത്രത്തിൽ ഉണ്ണുന്നു. അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ആരാ? ഞാൻ തന്നെ. സാഹിത്യം എൻ്റെ ഒരു കുലത്തൊഴിൽ, പിന്നെ ഭക്ഷണം പാകം ചെയ്യൽ എൻ്റെ ഒരു ഹോബി. അവിടുന്ന് ഇവിടുത്തെ വേലക്കാരനാണാവോ? ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വേല ചെയ്യുന്നവൻ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നവൻ. അപ്പൊ ഓരോ മനുഷ്യനും ഈ ഓരോ അടിസ്ഥാനപരമായി, അല്ല ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇപ്പോ അന്യ രാജ്യങ്ങളിൽ അവിടെ നോക്കുകയാണെങ്കിൽ മുതലാളി തൊഴിലാളി. എന്നോട് അല്ലെങ്കിൽ തന്തയോട്. അല്ല, ഇരിക്കണായിരിക്കല്ലേ? ഇത് ആദ്യം പറഞ്ഞ ഞാൻ കസേര കൊണ്ട് തരുമായിരുന്നല്ലോ. എടാ, ഒരു വീട്ടുവേലക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ? ഗോപാലൻകുട്ടി. അയ്യോ, ആഹാ, അച്ഛനും അമ്മയൊക്കെ എപ്പോ വന്നു? എടാ, ഇവർ കാപ്പി കൊടുത്തോ? കാപ്പി കൊടുക്കാൻ ഇവരൊന്ന് ഇരുന്ന് കിട്ടണ്ടേ? ആ, പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ശവത്തിനെ? അയ്യോ, അക്കാര്യം പറയാതിരിക്കാ ഭേദം. പറഞ്ഞാ കറിഞ്ഞു. ഞാൻ ഇപ്പൊ കാപ്പിയുണ്ട്. ഒന്നാം രംഗത്ത് അവൾ കയറി. എന്താ ഗോപാലൻകുട്ടി ഇങ്ങനെ ആലോചിച്ച് നീ ശരീരം കളയല്ലോ? ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം ബുദ്ധിയും ഭാവനയും എനിക്ക് കുറെ കൂടുതൽ തന്നു. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ പിതാവാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. വരുന്നേ. അയ്യോ, അയ്യ, ലൈറ്റ് എഴുത്തല്ലേ? അല്ല, ഞാനൊന്ന് വന്ന ആ നോവൽ വായിച്ചോ? ഏത് നോവൽ? ഇരുട്ടറയിലെ ഇരട്ടക്കൊലപാതകം. അത് നോവലാണോ? അല്ല, ആ നോവലാണ്, പക്ഷെ അത് കവിതയായിട്ടും വായിക്കാം. അതാണ് എന്റെ എഴുത്തിന്റെ പ്രധാന ഒരു ശൈലി. ഇപ്പൊ ഞാൻ വേറെ കവിത എഴുതിയിട്ടുണ്ട്, വേണം ചൊല്ലി കേൾപ്പിക്കാം. മനസ്സ വാച കർമ്മ മധുരവികാരം മദന വിചാരം മന്മത കേളി നടന വികാരം ടിങ് ടിക്ക് ടിങ് ടിങ് ടിക്ക് ടിക്ക് ടിങ് ടിങ്. ഓ, മതി മതി, മ്യൂസിക് ഒന്നും വേണ്ട ഇവിടെ. ഇത് സിനിമാ പാട്ടില്ലേ? സിനിമ പാട്ടോ? അപ്പൊ ഇത് മോഷ്ടിച്ചാണല്ലോ. ആര്, നിങ്ങളോ? ഞാനല്ല, അവര്. ശരി, കേസ് കൊടുത്തേ. അതുപോട്ടെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എനിക്ക് അപ്പുകുട്ടിനെ ഒന്ന് കാണണം, കുറെ സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. എന്താ വിശേഷം? സാറിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. കല്യാണക്കാര്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നുപോയി. അപ്പൂട്ടെ, ആപ്പൂട്ട, നീ ഈ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാ. എന്നാ സഞ്ചി, 10 രൂപ. ഇത് മതിയാവോ? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. സാധനങ്ങൾക്ക് തീ പിടിച്ചോട്ടെ, നീ ഇതൊന്ന് വാങ്ങിച്ചിട്ട് വാ. ആ, ചെല്ലേ, പോ 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 പോ. സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. തീ പിടിച്ച സാധനങ്ങൾ. ചരിത്ര സംഗീത നാടകം. നീ ഇങ്ങനെയൊന്നും ആയാ പറ്റില്ല. ഞാൻ അതിന് അനാവശ്യ ചെലവൊന്നും ചെയ്യുന്നില്ല അച്ഛാ. പിന്നെ നിങ്ങളെ പോലെ തിരുമ്മി തിരുമ്മി ജീവിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ തിരുമ്മിയതുകൊണ്ടാ നീയും മോനും ചവര് പിടിക്കാതെ നടക്കുന്നത്. പിന്നെ എന്നെ അങ്ങ് പെരുവഴിന്ന് പിടിച്ചോണ്ട് വന്നതല്ലയോ? നല്ല ഒന്നാന്തരം തറവാട്ടി പറഞ്ഞവളാ ഞാന്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ അവനോട് പറ. ഏതാടാ ഈ നന്ദിനി? അടുത്ത വീട്ടിലെ മാരാരുടെ മോളാ. ആ, എന്താ? ഒന്നുമില്ല. ഗോപാലൻകുട്ടി, ഊണ് റെഡിയായോ? ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? പച്ചവെള്ളം മുക്കി കൊടുത്താലോ? കറിക്ക് പകരം ഇപ്പൊ കവിത ചൊല്ലി കൊടുക്കാൻ പറ്റും. എടാ ഗോപാലൻകുട്ടി, എന്തോ? ഊണ് റെഡിയായോ? ചോറ് റെഡി. കറി അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വീട് വരെ വരണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിഞ്ഞാ മതിയോ മോനെ? നമസ്കാരം. വന്നു എന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. എന്റെ അയലോക്കത്ത് താമസിക്കുന്ന മാരാര മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഓ, അതൊക്കെ കഴിഞ്ഞ കാലം. ഗോപാലൻകുട്ടി, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഗോപാലൻകുട്ടി, എന്തോ?
ആ എന്നാ വിളമ്പി വയ്ക്കേ. ആ ഞാനിവിടെ ഇല്ല, പോയി.